നമസ്കാരം. നമ്മുടെ ഇടയിൽ ഒത്തിരി ആളുകൾ ബിസിനസ്സുകാരുണ്ട്, ഒത്തിരി ആളുകൾ സെൽഫ് എംപ്ലോയിഡ് ആൾക്കാരുണ്ട്. ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആവാം, വക്കീലുമാരാവാം, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവാം. ഇവരെല്ലാവരും പ്രൊഫഷണൽസ് ആണെങ്കിലും അറിയാതെ ഒരു ബിസിനസ്സാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെല്ലാം തന്നെ നമ്മുടെ അടുത്ത് ഒരു സാധാരണ ഷോപ്പുകൾ നടത്തുന്നത് ബേക്കറി ആവാം, റെസ്റ്റോറൻറ്റ്സ് ആവാം, ഇനി ഒരു ഫ്രൂട്ട്സിൻ്റെ വെൻഡേഴ്സ് ആവാം, ഇവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഊബർ ഓടിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ലോൺ എടുത്തിട്ട് ഊബർ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അറിയാതെ ഒരു ബിസിനസ് തന്നെയാണ് ഇതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം, അപ്പോൾ എന്തൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെറിയ ലെവലിൽ ചിന്തിച്ച് അതൊരു വലിയ ഇതിലേക്ക് ആക്കണമെങ്കിൽ ഇത്തരം ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നിങ്ങളുടെ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ബിസിനസ്സിനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് ഗ്രൂപ്പ്. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 5-6 പോയിൻ്റാണ് ഇത് പറയാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് മണി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരു സെയിൽസിൻ്റെ ഒരു ഫോർകാസ്റ്റ് വേണം. നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ സെയിൽസ് നടക്കാൻ പോകണമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രൊജക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ മാസം ഇപ്പോൾ ഇയർലി എത്ര രൂപയാണ് നിങ്ങൾ സെയിൽസ് വരാൻ പോണത്, അതേമാതിരി എത്ര രൂപയാണ് ക്വാർട്ടർലി നിങ്ങൾക്ക് സെയിൽസ് കൂട്ടാൻ പോണത്, അതേമാതിരി മന്ത്ലി എത്രയാണ് വരാൻ പോണത്, അല്ലെങ്കിൽ വീക്കിലി എത്രയാണ് നിങ്ങൾക്ക് വരാൻ പോണത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സെയിൽസ് നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് വീക്കിലി നോക്കണം. ഇയർലി ഇത്രയാണെന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഇയർലി എൻ്റെ ബിസിനസ് ഡബിൾ ആക്കണം, എന്നിട്ട് വീക്കിലി നമ്മൾ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സെയിൽസ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് ഇയർലി സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ക്വാർട്ടർലിയും മന്ത്ലിയും വീക്കിലിക്കായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെഫിനറ്റ്ലി. ഇനി അടുത്ത കാര്യം വെച്ചാൽ എക്സ്പെൻസ് നമ്മൾ നോക്കാം. എക്സ്പെൻസ് നോക്കുന്ന ടൈമിൽ ഫിക്സഡ് എക്സ്പെൻസ് എത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുക്കണം, ടീം മെമ്പേഴ്സിന് സാലറി കൊടുക്കണം, ഇതെല്ലാം ഫിക്സഡ് അല്ലേ. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കുക. ഇനി അഡീഷണൽ വല്ല ക്യാപിറ്റൽ എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ വാങ്ങാൻ ചാൻസ് ഉണ്ടോ, കമ്പ്യൂട്ടർ വാങ്ങാൻ ചാൻസ് ഉണ്ടോ, ഇതിനൊക്കെ എത്ര വരാൻ ചാൻസ് ഉണ്ടോ എന്നൊരു പ്രൊജക്ഷൻ നടത്തുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടീം മെമ്പേഴ്സിനെ കൂട്ടണം, അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം, അവർക്ക് കമ്പ്യൂട്ടർ വേണം, ഇതെല്ലാം എക്സ്പെൻസാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്യാപിറ്റൽ എത്ര നോക്കുക. അതേമാതിരി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എത്രയൊക്കെയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, അപ്പോൾ അതിന് കുറച്ച് ഫണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അല്ല നമ്മൾ ഒരു ഇവൻറ്റ് നടത്തുന്നു, അപ്പോൾ ഇവൻറ്റ് എത്ര എണ്ണം നടത്താനായിട്ട് ഉദ്ദേശിക്കണം, അപ്പോൾ ഒരു ഇവൻറ്റ് നടത്തണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും, അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിംഗ് ബഡ്ജറ്റുകൾ എത്ര ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ഇയറിനുള്ളത് പ്ലാൻ ചെയ്യണം. മന്ത്ലി ബേസ് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ആ മന്ത്ലി ഈ ഫിക്സ് ചെയ്ത ബഡ്ജറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റുമെന്നുള്ളത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കിടക്കുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് സെയിൽസിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി മാർജിനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ എക്സ്പെൻസ് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിരിക്കണം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഡെഫിനറ്റ്ലി നമുക്കൊരു ബ്രേക്ക് ഈവൻ എത്രയാണെന്നുള്ളത്, ബ്രേക്ക് ഈവൻ നമുക്ക് വരുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് മന്ത് ഓൺ മന്ത് നമ്മൾ ഈ എക്സ്പെൻസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, ഇത് ഭയങ്കരമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അതല്ലാതെ നമ്മുടെ എൻ്റയർ ക്യാപിറ്റൽ വെസേഴ്സ് നമ്മുടെ ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് എന്ന് മാച്ചാവും. നമുക്ക് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ നമുക്ക് റിട്ടേൺ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, റിസർവ് എന്തുണ്ടാക്കാൻ പറ്റും. ഈ ഒരു ബ്രേക്ക് ഇവൻ അനാലിസിസ് നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്കൊരു യാതൊരുവിധ കൺട്രോളും ഉണ്ടാവില്ല ഇത് എവിടേക്കാണ് പോകുന്നതിനെ കുറിച്ചിട്ട്. ഇനി 4-മത്തെ കാര്യം വെച്ചാൽ നമുക്ക് ഓപ്പറേഷൻ പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ടീം മെമ്പേഴ്സിനും ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് എത്ര രൂപ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അതിനെത്ര ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു, ഇതിനെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ല വെറുതെ ഒരു കാര്യം ചെയ്തു അതിൽ നിന്നൊരു കോസ്റ്റ് വെസേഴ്സ് ബെനിഫിറ്റ് അനാലിസിസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും എന്തിനോ വേണ്ടി ചെയ്യുന്ന ഒരു പ്രതീതിയാവും, നമുക്ക് കറക്റ്റ് ബെനിഫിറ്റ് കിട്ടാത്തൊരു പ്രശ്നമുണ്ടാവും. അപ്പോൾ ഓപ്പറേഷൻ പ്ലാനിൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ ഓരോ എക്സ്പെൻസും എന്ത് ബെനിഫിറ്റാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, ഇപ്പോൾ നമുക്കൊരു IT ഒരു ആളെ നമ്മൾ വയ്ക്കുന്നു, ആൾ സെയിൽസ് ഒന്നും കൊണ്ടുവരുന്നില്ല, എന്താ ബെനിഫിറ്റ്.
പക്ഷേ IT ഉള്ള ഒരാൾ ഒരു ഇവൻറ്റ് നടത്തുന്ന ടൈമിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണി കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പോൾ ആളുടെ കോസ്റ്റിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞ ജോക്കാണ് HR ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. HR ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ റിസോഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റവന്യൂ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള മാച്ച് ചെയ്യേണ്ട ഒരു ആൾക്കാർ. അപ്പോൾ HR ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റണം നമ്മുടെ കൾച്ചർ, നമ്മുടെ ഓരോ ഓർഗനൈസേഷനിലോ അസറ്റായിട്ടുള്ള ടീം മെമ്പേഴ്സ് ഇവർ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് റവന്യൂവിന് എത്രമാത്രം കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്, അത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്, അതിനെന്തൊക്കെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ടീം മെമ്പേഴ്സിന് അറിയണം. അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിനുള്ള ബെനിഫിറ്റിനും കോസ്റ്റിനും വെച്ച് നോക്കിയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതൊരു അനാലിസിസ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ചെറിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇതിനുള്ള ആവശ്യമുണ്ടോ. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡോക്ടറാണ്, ആളുടെ ഓഫീസിൽ 4 ടീം മെമ്പേഴ്സ് ഉണ്ട്. ശരിക്കും 4 പേരുടെ ആവശ്യമുണ്ടോ, 3 പേരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇനി അല്ലെങ്കിൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ, ഇത് കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്ത കാര്യം വെച്ചാൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ സാധനം നമ്മൾ നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്നൊരു സെയിൽസ് വരുമ്പോൾ അതിൽ നിന്നൊരു റവന്യൂ വരുന്നുണ്ട്. ഈ സെയിൽസ് റവന്യൂ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മൾ സേവ് ചെയ്യാം, അത് ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലി നമുക്ക് ഇവിടെയും SIP ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കും. എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൽ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ മന്ത്ലി ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. ഈ എക്സ്പെൻസിന് നമുക്കൊരു എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അറ്റ്ലീസ്റ്റ് ഈ എക്സ്പെൻസ് ഒരു 6 മാസത്തേക്ക് കവർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ 12 മാസത്തേക്ക് കവർ ചെയ്യാനുള്ള പൈസ നമ്മളടുത്തൊരു ഒരു കരുതൽ നിധി അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് പോലെ ബിസിനസ്സിനുണ്ടായിരിക്കണം. ഈ പൈസ എത്തിക്കാനായിട്ട് നമുക്ക് ഒറ്റയടിക്ക് മാറ്റി വയ്ക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ചെയ്യാവുന്ന കാര്യം നമുക്ക് ഈ എക്സ്പെൻസിൽ നമ്മൾ എത്രയെങ്കിലും ശതമാനം വേണമെങ്കിൽ ഒരു ടീം മെമ്പർക്ക് ശമ്പളം തരണമെന്ന് ആ പൈസ എത്രയാണെന്ന് വെച്ചാൽ ആ പൈസ SIP ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് എത്രയാണെന്ന് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നമുക്ക് ആ പൈസ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് കുറിയായിട്ട് വേണമെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഇത് RD ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ SIP ഡെറ്റ് ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും പൈസ എടുക്കാം. ഇനി വേറൊന്നും വേണ്ട, വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് മതി. എന്ന് ഈ 6 മാസത്തെ അല്ലെങ്കിൽ 12 മാസത്തെ എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള പൈസ നമ്മുടെ അടുത്ത് ഉണ്ടായി, അന്ന് നമുക്ക് ഈ എമർജൻസി ഫണ്ട് എന്നുള്ള സാധനം അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷത്തോടെ മാറ്റി വയ്ക്കുക. ഇനി ബാക്കിയുള്ള പൈസ നമുക്ക് വേണമെങ്കിൽ ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വയ്ക്കുക. കാരണം നമ്മൾ അടുത്ത കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് വേറൊരു 6ാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു ഫണ്ടിങ് റിക്വയർമെൻറ്റ് നമുക്കറിയണം. നമുക്കൊരു എക്സ്പാൻഷൻ വേണമെങ്കിൽ അടുത്ത എന്താണ് ആവശ്യം. നമുക്ക് ചിലപ്പോൾ കടം എടുക്കാൻ പറ്റും, ഡെറ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇക്വിറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേറൊരു ബിൽഡിങ് വാങ്ങണം അല്ലെങ്കിൽ ബിൽഡിങ് റെൻറ്റിനെടുക്കണം. അതിന് നമുക്കൊരു ചിലവുണ്ട്. അത് നമ്മൾ അവസാന നിമിഷം നോക്കാതെ നമ്മൾ ഈ ഒരു SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ SIP നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തെ പ്ലാനാണ് ഒരു ബിൽഡിംഗ് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം നമ്മൾ എത്രയാണോ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റണം ആ പൈസ നമുക്ക് വേണമെങ്കിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊരു റിസർവ് ഫണ്ടായിട്ട് നമുക്ക് വയ്ക്കാം. ഈവൻ നമുക്ക് എപ്പോഴും പൈസ റോൾ ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കുറി ചേർന്ന് വയ്ക്കാം. അപ്പോൾ ഈ കുറി ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ വിളിക്കാനും ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ അത്ര പ്രപ്പോസ് ചെയ്യണില്ല, പക്ഷേ എന്ന് കഴിഞ്ഞാലും പൈസ ബിസിനസ്സിൽ റോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത്തരം ആളുകൾക്ക് ചിലപ്പോൾ കുറി നല്ലൊരു ഒരു ഓപ്ഷനായിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെ പക്ഷേ ഇതൊരു വിളിച്ചെടുത്ത് പിന്നെ അത് കംപ്ലീറ്റ്ലി റോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്, പക്ഷേ ഒരു വിത്തിൻ ദ കൺട്രോൾ നമുക്ക് ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. ഇതേപോലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് എത്രയാണ് ഇപ്പോൾ അടുത്ത എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അടുത്ത എക്സ്പാൻഷൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ഒരു വലിയൊരു ബിൽഡിങ്ങിലേക്ക് മാറണം, അല്ലെങ്കിൽ ബ്രാഞ്ചസ് തുടങ്ങണം. ഇതിനൊക്കെ ചിലപ്പോൾ ഒരു 50 ലക്ഷം രൂപ വേണ്ടി വരും. ഇത് 5 വർഷം കഴിഞ്ഞാണ് വേണ്ടത്. അപ്പോൾ ഈ 50 ലക്ഷത്തിനായിട്ട് എത്ര രൂപ SIP തുടങ്ങണം? ഇത് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ പോയിട്ട് ലോൺ എടുക്കണ്ട, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഈവൻ ബിസിനസ്സിലേക്ക് ആകുമ്പോൾ ഗുണം വെച്ചാൽ നമുക്ക് ഡെയിലി SIP ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി പല ആൾക്കാർക്കും കുറി ചെയ്യുന്നുണ്ടാവും. ഇതേമാതിരി നമുക്ക് വേണമെങ്കിൽ ഡെയിലി SIP നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പൈസ അത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ഈ ഒരു പ്ലാൻ നമ്മൾ ഏഴ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ്സിന് എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യണം എന്നുള്ളത്. ഇത് ഓരോ ബിസിനസ്സുകാർക്കും ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഇതിലേതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത് കമൻറ്റിൽ പറയാം. ഇനി ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ, എമർജൻസി ഫണ്ട് ഉണ്ടോ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ SIP ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു SIP ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിങ്ങിൻ്റെ പോകുന്ന ടൈമിൽ ലോൺ എടുക്കണ്ട, ഈ പൈസ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഓരോ ബിസിനസ്സുകാരനും ഒരിക്കലും ലോൺ എടുത്തോ ടെൻഷൻ അടിച്ചോ ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ പീസ്ഫുള്ളായിട്ട് വളരെ നന്നായിട്ട് ഓൺ എ ഡെയിലി ബേസിസ് പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാക്കി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി ആയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അതേപോലെ നമ്മുടെ ഓഫീസിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, വിൽ ട്രൈ ടു ഹെൽപ്പ്. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.